അന്ത്യോദയ അന്നയോജന കാർഡിനുള്ള ധാന്യവിഹിതം കുറയ്ക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിൽ നിന്ന് പിന്മാറണമെന്ന് കേരള സ്റ്റേറ്റ് റേഷൻ റീറ്റെയിൽ ഡീലേഴ്സ് അസോസിയേഷൻ ഉടുമ്പൻചോല താലൂക്ക് സമ്മേളനം ആവശ്യപ്പെട്ടു. അംഗസംഖ്യ പരിഗണിക്കാതെ ഒരു കുടുംബത്തിന് 35 കിലോ അരി എന്നത് ഒരു അംഗത്തിന് 7 കിലോ ആക്കുവാനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത്. പുതിയ തീരുമാനം നടപ്പാക്കിയാൽ കേരളത്തിന്റെ അരിവിഹിതത്തിൽ വലിയ കുറവുണ്ടാകുമെന്നും റേഷൻ വ്യാപാരികൾക്കും ജനങ്ങൾക്കും ഇത് വലിയ തിരിച്ചടിയാണ് ഉണ്ടാകുന്നതെന്നും സമ്മേളനം ചൂണ്ടിക്കാട്ടി. പദ്ധതി നടപ്പിലായാൽ സംസ്ഥാനത്തിന് പ്രതിവർഷം 1 ലക്ഷം ടൺ അരി വരെ നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. ഇതുവരെ മഞ്ഞ കാർഡ് ഉടമകൾക്ക് കുടുംബത്തിലെ അംഗസംഖ്യ പരിഗണിക്കാതെ 30 കിലോ അരിയും 3 കിലോ ഗോതമ്പും 2 കിലോ ആട്ടയുമാണ് ഓരോ മാസവും നൽകിയിരുന്നത്. എന്നാൽ അംഗസംഖ്യ പരിഗണിച്ച് ഒരു അംഗത്തിന് പ്രതിമാസം 7 കിലോ എന്ന അളവിൽ മാത്രം അരി വിതരണം ചെയ്യുവാനുള്ള ഭേദഗതിക്കാണ് കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നത്. എന്നാൽ ഒരു കുടുംബത്തിന് ലഭിക്കാവുന്ന പരമാവധി ഭക്ഷ്യധാനം 35 കിലോ തന്നെയായി തുടരും. ഭേദഗതി കരട് രേഖയിൽ പൊതുജനാഭിപ്രായം അറിയിക്കുവാനുള്ള സമയപരിധി ജൂലൈ 13 വരെയാണ്. കേന്ദ്ര സർക്കാർ ഈ നീക്കത്തിൽ നിന്നും പിന്മാറണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. വണ്ടൻമേട്ടിൽ വെച്ച് നടന്ന സമ്മേളനം കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാലസിംഗ് ഉദ്ഘാടനം ചെയ്തു. ഓൺലൈനിൽ കൂടെ വരികയാണ്. എന്നാൽ നമ്മുടെ നാടിന് ഈ റേഷൻ വ്യാപാരികളില്ലേ, പാവപ്പെട്ട ജനങ്ങൾ ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതാണ് ഈ സംഭവം. അതിൽ നിങ്ങൾ ഉറച്ചിരിക്കുക, അതിന്റെ കൂട്ടത്തിൽ ഞങ്ങളുണ്ടാവും. മുതിർന്ന റേഷൻ വ്യാപാരികളെ വണ്ടൻമേട് പഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജേക്കബ് ആദരിച്ചു. താലൂക്ക് പ്രസിഡന്റ് കെ.സി. സോമന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ റേഷൻ വ്യാപാരികളുടെ മക്കളിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ജില്ലാ പഞ്ചായത്ത് അംഗം ആൻസി ജെയിംസ് ആദരിച്ചു. ജില്ലാ പ്രസിഡന്റ് എ ഡി വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി. താലൂക്ക് സെക്രട്ടറി PM അബ്ദുൾ റഹീം കണക്കും റിപ്പോർട്ടും അവതരിപ്പിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് P മുഹമ്മദ് ബഷീർ, ജില്ലാ സെക്രട്ടറി സജീബ് ഈട്ടിക്കൽ, രഞ്ജൻ, അഖിൽ, ജോർജ് കുട്ടി, M ഗാന്ധി, രാജശേഖരൻ നായർ എന്നിവർ പ്രസംഗിച്ചു. സമ്മേളനം പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.